ഓ ചൂട് ചൂട് കൊടും ചൂട്. നല്ല ചൂടുള്ള കോഫിയോടാണ് എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അറിയോ? എൻ്റെ ശരീരത്തിനെ, എൻ്റെ ഹെൽത്തിനെ ഒന്ന് ഹാക്ക് ചെയ്യാൻ പോകണം. ബയോ ഹാക്കിംഗ് എന്നാണ് പറയുക. എന്താ ബയോ ഹാക്കിങ്? ചെറിയ സ്മാർട്ട് ചേഞ്ചുകളോടെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കോഫിയാണല്ലോ, കോഫി എന്താ ഇപ്പോൾ ബയോ ഹാക്കിങ്ങിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റായി മാറുന്നത്. കോഫിയിൽ കെഫെയിൻ അടങ്ങിയിട്ടുണ്ട്. കെഫെയിൻ അല്ല നമ്മുടെ മാജിക് ക്രിയേറ്റ് ചെയ്യുന്നത്. കെഫെയിനേക്കാളും ഉപരി ഈ കോഫിനകത്ത് മറ്റൊരു കോമ്പൗണ്ട് ഉണ്ട്. ആ കോമ്പൗണ്ടിൻ്റെ പേരെന്താണെന്നറിയോ? ക്ലോറോജനിക് ആസിഡ്. ചൂടാട്ടോ. CGA. ഈ CGA എൻ്റെ ശരീരത്തിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ ഒരു ബയോ ഹാക്കിംഗ് ടൂൾ ഉപയോഗിക്കുന്നത്. ഈ ബയോ ഹാക്കിങ്ങിന് പുറപ്പെടുന്നതിന് മുമ്പ് വരെ ഞാൻ പാലിട്ടായിരുന്നു കോഫി കുടിച്ചത്. ഇന്ന് ഞാൻ പാലിടുന്നില്ല, പഞ്ചസാര ഇടുന്നില്ല. കാരണം ഇത് രണ്ടും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ CGAൻ്റെ എഫക്റ്റ് കിട്ടൂല. ക്ലോറോജനിക് ആസിഡ് നമ്മുടെ ശരീരത്തേക്ക് എത്തൂല. ഈ ക്ലോറോജനിക് ആസിഡ് കൊണ്ടുള്ള ഒരു മെച്ചം എന്താണെന്നറിയോ? ഇതിപ്പം ഇന്ന് ഞാൻ എഴുന്നേറ്റിട്ട് 1 മണിക്കൂർ കഴിഞ്ഞാണ് ഈ CGA എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഏർലി മോർണിംഗിൽ ഫസ്റ്റ് നമ്മൾ കോഫി കുടിക്കരുത്. കാരണം എന്താണെന്ന് അറിയോ? കോഫി കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള കോർട്ടിസോൾ എനർജി ഇമ്പാക്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കോഫി കൊണ്ടുള്ള എഫക്റ്റ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി അടിപിടിയാവും. അതുകൊണ്ട് നമ്മൾ 1 മണിക്കൂർ കഴിഞ്ഞേ കോഫി കുടിക്കാൻ പാടുള്ളൂ. ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. എന്തിനുപരി നമ്മൾ ഉറങ്ങുമ്പം പോലും ഈ CGA പ്രവർത്തിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കർഫ്യൂ പ്രഖ്യാപിക്കണം. കോഫി നമ്മൾ കുടിക്കുമ്പോൾ ഇപ്പോൾ ഐ കോഫി, ഈ കോഫി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാർക്കറ്റിംഗ് ഉണ്ട്. പക്ഷെ അതല്ല, നമുക്ക് നേച്ചുറലായിട്ടുള്ള കോഫി ബീൻസ് പൊടിച്ചിട്ട് നമ്മളിങ്ങനെ ഇടുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഇതിൻ്റെ എഫക്റ്റ് കിട്ടുക. അല്ലാണ്ട് നമ്മളിപ്പം ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് പഞ്ചസാര ഇട്ട് ഷുഗർ ഇത് കിട്ടാലൊന്നും അത് എഫക്റ്റ് കിട്ടില്ല. ഒരു കോഫി കർഫ്യൂ നമ്മൾ ഏർപ്പെടുത്തണം. നമ്മൾ ഹർത്താൽ ഏൽപ്പിക്കാമെന്ന് പറയുമ്പോഴേ, കാരണം കോഫി വൈകിട്ട് കഴിച്ച് കഴിഞ്ഞാലും നമുക്ക് ഇമ്പാക്റ്റ് കിട്ടില്ല. വൈകിട്ട് കഴിച്ചാൽ നമ്മൾ ഉറക്കം പോകും. ഉറക്കം പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെ ബോഡി നമുക്ക് ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ കോഫി എന്നല്ല കേട്ടോ, ഈ കോഫി അല്ല കേട്ടോ, കോഫി ഞാൻ നിങ്ങളിപ്പോൾ വർക്കൗട്ട് ചെയ്ത് വരികയാണല്ലോ. ഈ വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മളൊരു കോഫി കഴിക്കുകയാണെങ്കിൽ ആ വർക്കൗട്ടിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചുകൂടി വർദ്ധിക്കും എന്നുള്ളതാണ്. ഷുഗർ ഇടാതെ കേട്ടോ. ക്ലോറോജനിക് ആസിഡിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും. ഫാറ്റ് ബേൺ അപ്പോൾ നമുക്ക് ഇങ്ങനെ അവർ നമ്മളെ ആരോഗ്യ കൂട്ടായ്മയിൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് തരിക. അപ്പോൾ ഈ വർക്കൗട്ടിനോടൊപ്പം തന്നെ നമുക്ക് ഈ കോഫിയും യൂസ് ചെയ്യുന്നൊരു ഹാബിറ്റ്. ഇന്നിപ്പോൾ നിങ്ങൾ കോഫി അല്ല കുടിച്ചത്,